കാത്തിരിപ്പിനൊടുവിൽ ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം മുഖം തൊട്ടു. സാൻ ഫെർണാണ്ടോ ചരക്ക് കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ഏറെ നാളത്തെ സ്വപ്നങ്ങൾക്ക് ശേഷം വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ എത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? ഹരിത, കപ്പല് ബർത്തിങ് പൂർത്തിയായിരിക്കുകയാണ്. ഹരിത പറഞ്ഞതുപോലെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്തിന്റെ വികസന പദ്ധതി, സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതി അങ്ങനെ തുറമുഖം അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖത്ത് തീരത്ത് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഏകദേശം 2015 ഓഗസ്റ്റ് 17 വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കരാർ ഒപ്പുവെക്കുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചത്. ആ വർഷം ഡിസംബറിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുറമുഖം സമയബന്ധിതമായി ഈ വിധത്തിൽ പൂർത്തിയാക്കാൻ പ്രത്യേക ശ്രദ്ധയും കരുതലുമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ 2017 ഓഖി വന്നു, 2018 പ്രളയം വന്നു, 19 ശേഷം കോവിഡ് വന്നു. ഇതൊക്കെ കാരണം പദ്ധതി വീണ്ടും നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ, ലോകത്തിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ബർത്തിങ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 2 തവണ വാട്ടർ സല്യൂട്ട് ഉൾപ്പെടെ നൽകി വലിയ രീതിയിലുള്ള സ്വീകരണമാണ് കപ്പലിന് നൽകിയിട്ടുള്ളത്. വിഴിഞ്ഞം തുറമുഖത്തിന് ഏകദേശം 8,867 കോടി രൂപയാണ് ആകെ മുതൽ മുടക്കെന്ന് പറയുന്നത്. ഇതിൽ 5,595 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ ഈ തുറമുഖത്തിന്റെ ഏകദേശം 92% പണികൾ മാത്രമാണ് ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുള്ളത്. മറ്റ് പണികൾ പൂർത്തിയാകേണ്ടതുണ്ട്. എന്നിരുന്നാലും ആദ്യത്തെ ചരക്ക് കപ്പൽ തീരത്ത് എത്തുന്നുവെന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണവും പുരോഗമിച്ചു വരികയാണ്. റെയിൽ കണക്ടിവിറ്റി നിർമ്മാണവും ഉടൻ തുടങ്ങും. അതുപോലെ തന്നെ പദ്ധതിയുടെ 2, 3, 4 ഘട്ട നിർമ്മാണത്തിന് വേണ്ട വിവിധ അനുമതിക്കുള്ള പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് തുറമുഖ മന്ത്രി, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റണ്ണ് ആരംഭിക്കാനുള്ള കണ്ടെയ്നറുകളുമായിട്ടാണ് സാൻ ഫെർണാണ്ടോ കപ്പൽ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തീരത്ത് എത്തിയിരിക്കുന്നത്. കൂറ്റൻ കപ്പലിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് കണ്ടെയ്നറുകൾ കയറ്റി ഇറക്കുന്നതും അതുപോലെ തന്നെ ബർത്തിലേക്ക് കണ്ടെയ്നറുകൾ ഇറക്കി യാർഡിലേക്ക് മാറ്റുന്നതും പരീക്ഷിക്കും. കപ്പലിന് വലിയ സ്വീകരണം നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ട്. ഓണ സമ്മാനമായി തുറമുഖം കമ്മീഷനിങ് ചെയ്യുമെന്നതും ആലോചനയിലുണ്ടെന്ന് മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നാളെയാണ് ട്രയൽ റണ്ണിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക. ഈ ഉദ്ഘാടനം യാർഡിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് നാളെ രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിർവഹിക്കുക. ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. കൂടാതെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാള് മുഖ്യാതിഥിയാകുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിൽ ആദ്യ ക്രെയിനുമായി എത്തിയ കപ്പലിനെ സ്വീകരിച്ച ചടങ്ങിൽ ഓൺലൈനായിട്ടാണ് കേന്ദ്രമന്ത്രി പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആദ്യത്തെ ചരക്ക് കപ്പൽ എത്തുന്ന സമയത്ത് കേന്ദ്രമന്ത്രി വരുമോ എന്നുള്ള ചോദ്യത്തിന് നേരത്തെ തന്നെ സംസ്ഥാന വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്, ക്ഷണം നൽകിയിട്ടുണ്ട്, വരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിനായിട്ട് ഇന്നലെ തന്നെ കേന്ദ്രമന്ത്രി കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഈ 2000 കണ്ടെയ്നറുകൾ, ഏകദേശം 1600-2000ഓളം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കിയ ശേഷം നാളെ തന്നെ സാൻ ഫെർണാണ്ടോ തീരത്ത് നിന്ന് വിടും എന്നൊരു വിവരവും ലഭിച്ചിട്ടുണ്ട്. ട്രയൽ റണ്ണ് ഉദ്ഘാടനത്തിന് ശേഷം 13 തന്നെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റും നടന്നേക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സാൻ ഫെർണാണ്ടോയിലെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ട്രയൽ റണ്ണ് ഉദ്ഘാടന ചടങ്ങിൽ അനുമോദിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ തന്നെ വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ വലിയ ഒരു തുടക്കം കുറിക്കുക തന്നെയാണ് സാൻ ഫെർണാണ്ടോ തീരത്ത് അണയുന്നത് വഴി നടക്കാൻ പോകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ആദ്യത്തെ ചരക്ക് കപ്പലിനെ വിഴിഞ്ഞത്തേക്ക് സംസ്ഥാനം സ്വാഗതം ചെയ്യുന്നത്. ഇതുവഴി വാണിജ്യ രംഗത്ത് തന്നെ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിയും. ഇന്ത്യയുടെ തന്നെ തെക്ക് ഭാഗത്ത് അത്തരത്തിൽ വലിയ രീതിയിൽ
രീതിയിലുള്ള ഒരു വാണിജ്യ തുടക്കത്തിന്, വികസന തുടക്കത്തിന് ഇതിനോടകം തന്നെ തുടക്കമാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യവും. സൂര്യ, അതേസമയം നമ്മൾ ഈ വികസന സാധ്യതകളെ കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ കപ്പലിനെ കുറിച്ചും പരാമർശിക്കേണ്ടതുണ്ട്. ഈ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിന്റെ പ്രത്യേകതകൾ എന്താണ്? 9 വർഷത്തെ പഴക്കമുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സാൻ ഫെർണാണ്ടസ് കപ്പലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്? ഹരിത, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, രാജ്യത്തെ തന്നെ ആദ്യത്തെ ഡീപ് വാട്ടർ ട്രാൻസ്പോർട്ട് തുറമുഖമാണ് വിഴിഞ്ഞത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വലിയ കപ്പലിനും സുഖകരമായിട്ട് വന്ന് തീരത്ത് അണയാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ ഒരുക്കങ്ങളുള്ള തുറമുഖം തന്നെയാണ്. അത് കൃത്രിമമല്ല, നേച്ചുറൽ ആയിട്ടുള്ള അത്തരത്തിലൊരു സജ്ജീകരണം തുറമുഖത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സാൻ ഫെർണാണ്ടോ എന്ന വലിയ കപ്പലിന് ഉൾപ്പെടെ നമ്മുടെ തീരത്തേക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ലോകത്തെ രണ്ടാമത്തെ വലിയ ഡാനിഷ് കമ്പനി മെസ്കിന്റെ കപ്പലാണ് ഈ സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്നത്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്ത് എത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ, വിഴിഞ്ഞത്തേക്ക് എത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ ആണ് ഈ സാൻ ഫെർണാണ്ടോ. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കപ്പലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചടങ്ങുകൾ, ആഘോഷങ്ങളൊക്കെ തന്നെയാണ് സർക്കാർ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും വിഴിഞ്ഞത്ത് ബർത്തിങ് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം ക്ലിയറൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ കണ്ടെയ്നറുകൾ പുറത്ത് ഇറക്കുക. അതിന്റെ നടപടികളാണ് നിലവിൽ വിഴിഞ്ഞത്ത് നടക്കുന്നത്.